രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎയ്ക്കൊപ്പം വേദി പങ്കിട്ട മന്ത്രി കെ കൃഷ്ണൻകുട്ടിയും സിപിഎം എംഎൽഎ കെ ശാന്തകുമാരിയും. പാലക്കാട് നടന്ന ജില്ലാതല പട്ടയമേളയിലാണ് മന്ത്രിയും എംഎൽഎയും രാഹുലിനൊപ്പം വേദി പങ്കിട്ടത്. രാഹുലിനെതിരെ ലൈംഗിക പീഡനാരോപണങ്ങൾ വന്നതിന് ശേഷം ഇതാദ്യമായാണ് ഒരു മന്ത്രിയും സിപിഎം എംഎൽഎയും വേദി പങ്കിടുന്നത്. നേരത്തെ കണ്ണാടി പഞ്ചായത്ത് പ്രസിഡന്റും പാലക്കാട് നഗരസഭാ ചെയർപേഴ്സണും പ്രമീള ശശിധരനും രാഹുലിനൊപ്പം വേദി പങ്കിട്ടത് വലിയ വിവാദമായിരുന്നു. CV അനുമോദ് വിവരങ്ങളുമായി ചേരുന്നു. അനുമോദ്, രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎ പാലക്കാട് കാലുകുത്തിക്കില്ല എന്ന് പറഞ്ഞത് BJP ആയിരുന്നു. ഒരു പരിപാടിയിലും ഈ പ്രദേശത്തേക്ക് പാലക്കാടേക്ക് അടുപ്പിക്കില്ല എന്ന് പറഞ്ഞത് CPM ആണ്. കഴിഞ്ഞ തവണ നമ്മൾ കണ്ടതാണ് വലിയ തരത്തിൽ ആ കാലുകുത്തിക്കില്ല എന്ന് പറഞ്ഞ BJPയുടെ നഗരസഭാ അധ്യക്ഷ പ്രമീള ശശിധരൻ തന്നെ MLAയ്ക്കൊപ്പം പരിപാടിയിൽ പങ്കെടുത്തു. അത് വലിയ വിവാദമായി, വലിയ പൊട്ടിത്തെറിക്ക് BJPക്ക് വഴിവെച്ചിരുന്നു. ഇപ്പോഴിതാ CPM മന്ത്രിയും MLAയും രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം വേദി പങ്കിട്ടിരിക്കുന്നു എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. അപ്പോൾ എല്ലാം ഒത്തുതീർപ്പായി അല്ലേ? ഭവ്യ, അങ്ങനെ തന്നെ വേണം കരുതുവാൻ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇനി ഇടതുപക്ഷത്തിന്റെ ഭാഗത്തുനിന്നോ BJPയുടെ ഭാഗത്തുനിന്നോ പ്രതിഷേധങ്ങൾ ഉണ്ടാകില്ല എന്ന് തന്നെ നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ വിലയിരുത്തേണ്ടി വരും. കാരണം പ്രമീള ശശിധരനും അതുപോലെ തന്നെ ഇടതുപക്ഷത്തിന്റെ MLAയും അതേപോലെ തന്നെ ഇടതുപക്ഷ സർക്കാരിലെ മന്ത്രിയും പങ്കെടുക്കുന്ന പരിപാടിയിൽ വരെ രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുത്തു കഴിഞ്ഞിരിക്കുന്നു. അവിടെ എവിടെയും പ്രതിഷേധം ഉണ്ടായിട്ടില്ല. ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ സാധാരണക്കാർക്കൊപ്പം ജനങ്ങൾക്കൊപ്പം ഇടപഴകേണ്ടതും അദ്ദേഹത്തിന്റെ കടമ നിർവഹിക്കേണ്ടതും അദ്ദേഹത്തിന്റെ കർത്തവ്യമാണെന്നും അദ്ദേഹം വ്യക്തമാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന് ഇനി പ്രതിഷേധത്തിന്റെ സാഹചര്യങ്ങളില്ല എന്ന തരത്തിലേക്ക് ഇവിടെ കാര്യങ്ങൾ മാറി മറിയുന്നു. ഇടതുപക്ഷത്തും DYFIയും പ്രത്യേകിച്ച് DYFIയും BJPയും മുൻപ് പ്രഖ്യാപിച്ചിരുന്ന പ്രതിഷേധങ്ങൾ അതിനി ഉണ്ടാകില്ല എന്ന് തന്നെ വേണം വിലയിരുത്തുവാൻ. പ്രസ്താവനകൾ പലതും നേതാക്കൾ നടത്തുന്നുണ്ടെങ്കിലും പ്രായോഗികമായ ഇതൊന്നും തന്നെ ില്ല. ഒരു MLAക്കെതിരെ എത്ര തവണ എത്ര ഇടങ്ങളിൽ പ്രതിഷേധിക്കുമെന്ന ചോദ്യമാണ് പ്രായോഗികമായിട്ടും ഇവിടെ ഉയരുന്നത്. സ്വാഭാവികമായിട്ടും ആ ചോദ്യത്തിന് ആദ്യത്തെ ചില പ്രതിഷേധങ്ങൾക്കപ്പുറം ഇതിന് വലിയ ആയുസില്ല എന്ന തരത്തിലേക്ക് തന്നെ മാറുന്നു. അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA എന്ന നിലയിൽ മണ്ഡലത്തിൽ സജീവമാകുന്നു. അദ്ദേഹം എല്ലായിടത്തും പോകുന്നു. അദ്ദേഹത്തിന്റെ പരിപാടികളിൽ ഇടതുപക്ഷക്കാരും അതുപോലെ തന്നെ BJP നേതാക്കളുമെല്ലാം പങ്കെടുക്കുന്നു. ഇപ്പോൾ മന്ത്രി വരെ ഔദ്യോഗിക പരിപാടിയിൽ മന്ത്രി വരെ പങ്കെടുക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ചുരുക്കത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പ്രഖ്യാപിച്ച പ്രതിഷേധം വെള്ളത്തിൽ വരച്ച വര പോലെയായി തീർന്നിരിക്കുന്നു പാലക്കാട് എന്നുള്ളതാണ് നിലവിലെ വസ്തുത. ഭവ്യ, CV അനുമോദാണ് വിവരങ്ങൾ.